Dear students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ ഇലക്ട്രോണിക്സിലെ സെക്കൻഡ് മോഡ്യൂളാണ്. സെക്കൻഡ് മോഡ്യൂളിൻ്റെ പേര് കൺവേർട്ടേഴ്സ് ആൻഡ് ഇൻവേർട്ടേഴ്സ് എന്നാണ്. അപ്പോൾ ആ മൊഡ്യൂളിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ മൊഡ്യൂളിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പം ഓരോ മൊഡ്യൂളിൽ നിന്നും 25 മാർക്കാണ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ഈ മൊഡ്യൂള് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മൊഡ്യൂളിൽ കവർ ചെയ്യുന്ന പോർഷൻസ് ഞാൻ ടിക്കിട്ട ഈ 3 പോർഷൻസാണ് കൺവേർട്ടേഴ്സ് വരുന്നത്. അതായത് ഇപ്പോൾ കൺവേർട്ടേഴ്സ് ആൻഡ് ഇൻവേർട്ടേഴ്സ് എന്നാണ് പേരെങ്കിലും ഇതിൽ വരുന്നത് AC to DC കൺവേർട്ടേഴ്സ്, DC to AC converters, AC to AC converters, DC to DC converters ആണ്. അതിൽ AC to DC converters ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഓർ ഉണ്ടാവുകയാണെങ്കിൽ എസ്സേയിലെങ്കിൽ 8-7 കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ രണ്ട് സൈഡിലും ഓറിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഷുവറായിട്ടും ഒരു AC to DC കൺവേർട്ടർ ഉണ്ടാവും. പിന്നത്തെ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ DC to AC കൺവേർട്ടർ ആവും, അല്ലെങ്കിൽ DC to DC കൺവേർട്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് 25 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണ്. പക്ഷേ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് വേവ് ഫോം ആണുള്ളത്. തെറ്റിക്കഴിഞ്ഞാൽ 25 മാർക്ക് പോവുകയും ചെയ്യും. അതാണ് ഈ മൊഡ്യൂളിൻ്റെ പ്രത്യേകത. അപ്പം AC-യെ DC ആക്കി മാറ്റുന്ന സർക്യൂട്ട്സ് അത് ഓൾറെഡി ജസ്റ്റ് നിങ്ങൾ ADC-യിൽ കവർ ചെയ്തതാണ്. റെക്ടിഫയേഴ്സ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആണ്. DC-നെ AC ആക്കി മാറ്റുന്ന സർക്യൂട്ട് ഏതാണ്? അതെ, ഇൻവേർട്ടേഴ്സ് തന്നെ. AC-നെ AC ആക്കി മാറ്റുന്ന സർക്യൂട്ട് അത് ഒരു ഫ്രീക്വൻസിയിലുള്ള AC വേവിനെ വേറൊരു ഫ്രീക്വൻസിയിലുള്ള AC വേവ് ആക്കി മാറ്റുന്ന സൈക്ലോ കൺവേർട്ടേഴ്സ്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ട്രിപ്പിൾ സ്റ്റുഡൻസിന് അത് പഠിക്കാനില്ല. അടുത്തത് DC to DC കൺവേർട്ടേഴ്സ്. ഒരു DC സിഗ്നലിനെ വേരിയബിൾ DC ആക്കി മാറ്റുന്ന സർക്യൂട്ട്, DC to DC കൺവേർട്ടേഴ്സ്. ഫസ്റ്റ് നമ്മൾ ഈ മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത് ചോപ്പേഴ്സ് ആണ്. ചോപ്പേഴ്സ് ആർ DC to DC കൺവേർട്ടേഴ്സ്. 3 സെക്ഷൻസ് ആണ് ഈ മൊഡ്യൂളിലുള്ളത്. കൺട്രോൾഡ് റെക്ടിഫയേഴ്സ്, ചോപ്പേഴ്സ് ആൻഡ് ഇൻവേർട്ടേഴ്സ്. അതിൽ ചോപ്പേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് തിങ്, ചോപ്പറിൻ്റെ ഡെഫിനിഷൻ. ഇപ്പം ഞാൻ പറഞ്ഞു ചോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC-നെ DC ആക്കി മാറ്റുന്ന സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് ചോപ്പറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് സർക്യൂട്ട് ദാറ്റ് കൺവേർട്ട്സ് fixed DC to variable DC. It is a static circuit that converts fixed DC to variable DC. അപ്പോൾ ഇവിടെ നോക്കുക, ഫിക്സഡ് DCയെ വേരിയബിൾ DC ആക്കി മാറ്റുന്ന സർക്യൂട്ടാണ് ചോപ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഫിക്സഡ് DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണൊരു DC വേവ്. വേരിയബിൾ DC എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് വരിക? വേരിയബിൾ DC എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ സ്ക്വയർ പൾസസ് ആയിട്ടാണ് വരിക. സ്ക്വയർ പൾസസ്. ഈ സ്ക്വയർ പൾസസിൻ്റെ ഈ ഓൺ ആയിരിക്കുന്ന ഭാഗം, അതായത് ഈ ഭാഗം ഇതിനെ നമ്മൾ ഓൺ പീരിയഡ് എന്നും ഈ ഓഫ് ആയിരിക്കുന്ന ഭാഗത്തിനെ ഓഫ് പീരിയഡ് എന്നും പറയും. ദിസ് ഇസ് T ഓൺ, ദിസ് ഇസ് T ഓഫ്. ഇത് T ഓൺ ആണ്, ഇത് T ഓഫ് ആണ്. അപ്പോൾ ഫിക്സഡ് DCനെ വേരിയബിൾ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടാണ് ചോപ്പേഴ്സ്. അപ്പോൾ ചോപ്പറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് സ്വിച്ച് എന്ന്. അപ്പോൾ എന്താണ് ഒരു സ്റ്റാറ്റിക് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചോപ്പേഴ്സ് ആയിട്ട് നമുക്ക്, അതായത് ചോപ്പർ എല്ലാം ഒരു സ്വിച്ചാണ്. സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നത് ലോ പവർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്നത് IGBT, പവർ BJT, പവർ മോസ്ഫെറ്റുകളായിരിക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് IGBTയും പവർ മോസ്ഫെറ്റും ഒക്കെ സിലബസിലുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ. അത് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹൈ പവർ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ
SCR അല്ലെങ്കിൽ തൈറസ്റ്റർ ഫാമിലിയിലുള്ള വേറെ ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലോ പവർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ IGBT അല്ലെങ്കിൽ പവർ മോസ്ഫെറ്റും, ഹൈ പവർ ആപ്ലിക്കേഷന് SCRുമാണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തൊക്കെയാണ് ഒരു ചോപ്പറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നുള്ളത്. അപ്പോൾ ചോപ്പറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് DC ടു വേരിയബിൾ DC. വേരിയബിൾ DC ആവശ്യം വരുന്ന എല്ലാ സർക്യൂട്ടുകളിലും എല്ലാ ഡിവൈസസുകളിലും ചോപ്പേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കാം ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഇപ്പോൾ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് സോളാറും വിൻഡ് എനർജി കൺവേർഷൻസും. ഒരു സോളാർ പ്ലാന്റ് ആണിത്, അതേപോലെ തന്നെ ഒരു വിൻഡ് മില്ലാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും എനർജി കൺവേർഷൻ നടത്തുന്ന സമയത്ത് ഇവിടെ സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, ഇവിടെ വിൻഡ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി കൺവേർഷൻ നടത്തുന്ന സർക്യൂട്ടിൽ നിർബന്ധമായിട്ട് ഒരു ചോപ്പർ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് കാർസ്. ആ ഇലക്ട്രിക് കാർസിൻ്റെ DC മോട്ടോർ കൺട്രോളിങ്ങിൽ യൂസ് ചെയ്യുന്ന ചോപ്പർ സർക്യൂട്ടാണ്. ഇലക്ട്രിക് കാർസിൻ്റെ DC മോട്ടോർ കൺട്രോളിങ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ബോർഡ് DC പവർ സപ്ലൈ ആവശ്യമുള്ള ഡിവൈസസിനാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിൽ ഓൺ ബോർഡ് DC പവർ സപ്ലൈ ഉണ്ട്, അതേപോലെ തന്നെ സ്പേസ് ഷിപ്സിലുണ്ട്. പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ പവർ സപ്ലൈയിൽ. അപ്പോൾ ഈ 4 ആപ്ലിക്കേഷൻസ് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് ഈ ചോപ്പർ എന്ന് പറയുന്നത് എന്നുള്ളത്. വളരെ ചെറിയ ജസ്റ്റ് ഒരു സ്വിച്ച്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലാബിൻ്റെ ഇൻട്രോയിൽ കമ്പോണൻസ് ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടതാണ് ഈ UJT എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഈ SCR എന്ന് പറയുന്നതൊക്കെ എത്ര മൈന്യൂട്ട് കമ്പോണൻ്റ് ആണ്. ഇപ്പം നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് പ്രാക്ടിക്കലി ഇപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആവുന്ന SCRും IGBT ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ മൈന്യൂട്ടാണ്. ഇപ്പം ലേഡീസൊക്കെ കുത്തുന്നൊരു കുഞ്ഞു പൊട്ടിൻ്റെ അത്ര വലിപ്പം ഇപ്പം അങ്ങനത്തെ കമ്പോണൻസിനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് ചോപ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ചോപ്പേഴ്സ്. അപ്പോൾ ചോപ്പേഴ്സ് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. ഇപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം 5th സെമസ്റ്റർ EEE സിലബസ് പ്രകാരം ചോപ്പേഴ്സിൻ്റെ 3 പ്രധാനപ്പെട്ട ടൈപ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് സ്റ്റെപ്പ് അപ്പ് ചോപ്പേഴ്സ്, അടുത്തത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പേഴ്സ്, മൂന്നാമത്തത് സ്റ്റെപ്പ് അപ്പ് ബാർ ഡൗൺ ചോപ്പേഴ്സ്. ഈ സ്റ്റെപ്പ് അപ്പ് ചോപ്പേഴ്സ് എന്ന് പറയുന്നത് ബൂസ്റ്റ് കൺവേർട്ടേഴ്സും സ്റ്റെപ്പ് ഡൗൺ ചോപ്പേഴ്സ് ബക്ക് കൺവേർട്ടേഴ്സും ആണ്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ബാർ ഡൗൺ ചോപ്പേഴ്സ് എന്തായിരിക്കും? ബക്ക് ബൂസ്റ്റ് കൺവേർട്ടേഴ്സ് ആണ്. ഈ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടേഴ്സിൻ്റെ ഏറ്റവും എന്താ പറയുക കോമൺ ആപ്ലിക്കേഷൻ വരുന്നത് ഹൈ എൻഡ് ബൈക്സിൽ, ഹാർലി ഡേവിഡ്സൺ പോലത്തെ ഹൈ എൻഡ് ബൈക്സിൽ ഈ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടേഴ്സ് ഉണ്ടാവും. അതായത് DC ഉപയോഗിച്ചിട്ട് വേരിയബിൾ ആയിട്ടുള്ള സപ്ലൈ ജനറേറ്റ് ചെയ്തിട്ട് അത് വെച്ച് മൾട്ടിപ്പിൾ ഡിവൈസസ് ആ വണ്ടിയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ. കാറുകളെക്കാളും കൂടുതൽ ഹൈ എൻഡ് ബൈക്സിലാണ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുക. അത് നമുക്ക് പഠിക്കാനുണ്ട് 4th മൊഡ്യൂളിൽ. അപ്പോൾ ഇനി നമുക്ക് ചോപ്പറിൻ്റെ വർക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പേഴ്സ് ആണ്. സ്റ്റെപ്പ് ഡൗൺ ചോപ്പേഴ്സ് തന്നെ വിത്ത് റെസിസ്റ്റീവ് ലോഡും വിത്ത് RL ലോഡും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. RL മീൻസ് റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് ലോഡ്. അപ്പോൾ ഇതാണ് ഒരു ചോപ്പറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം ആണ്. ജസ്റ്റ് ഒരു ചോപ്പറിൻ്റെ സ്വിച്ച്, പിന്നെ ഇൻപുട്ട് കൊടുക്കുന്നു, ലോഡ് വരക്കുന്നു. അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ ഇൻപുട്ടിനെ VS എന്നോ VI എന്നോ മാർക്ക് ചെയ്യുക, ഔട്ട്പുട്ടിന് VO എന്ന് കൊടുക്കുക, അതിലൂടെ ഒഴുകുന്ന കറണ്ടിന് IO എന്ന് മാർക്ക് ചെയ്യുക.
ഈ സർക്യൂട്ടിൽ ഞാൻ ഒന്നും കൂടിയും ഇൻപുട്ടും റെസിസ്റ്റീവ് ലോഡാന്നുള്ള റെസിസ്റ്റർ മാറ്റി വരച്ചു. മറ്റേ സർക്യൂട്ടിൽ നിന്ന് വേറെ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ DC ആണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് വരുന്നത് റെസിസ്റ്റീവ് ലോഡാണ്. ഇവിടെ VS തന്നെ കൊടുക്കണം എന്നില്ല കേട്ടോ, VI എന്ന് ഒക്കെ കൊടുക്കാം, കുഴപ്പമില്ല. ഇനി വർക്കിംഗ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇൻപുട്ട് DC ആണ്, ഇതെന്താണ്, ഒരു സ്വിച്ച് ആണ് അല്ലേ, ഒരു സ്റ്റാറ്റിക് സ്വിച്ച് ആണ്. അപ്പോൾ ഈ സ്വിച്ച് ക്ലോസ്ഡ് കണ്ടീഷൻ ആയിരിക്കുമ്പോൾ, അതായത് ചോപ്പർ ഓൺ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും, നമുക്ക് ലോഡിന് അക്രോസ് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അതേസമയം ഈ ചോപ്പർ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന അവസ്ഥയിൽ, അതായത് ചോപ്പർ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ, അതായത് സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുമോ, ഇല്ല. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിന് അക്രോസ് വോൾട്ടേജ് കിട്ടൂല, ലോഡിന് അക്രോസ് വോൾട്ടേജ് കിട്ടൂല. അപ്പോൾ ഈ വേവ് ഫോമിൽ ആദ്യത്തെ കൊടുത്തിട്ടുള്ള എന്താണ്, ഇൻപുട്ടാണ്, ഒരു DC ഇൻപുട്ട്, V ഔട്ട് അല്ലേ. T ഓൺ അത് എപ്പോഴത്തെ കണ്ടീഷനാണ്, ഈ ചോപ്പർ ഓൺ ആയിരിക്കുക, അതായത് സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കുന്ന കണ്ടീഷൻ. T ഓഫ് അത് എപ്പോഴാണ്, ചോപ്പർ ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിലാണ്, സ്വിച്ച് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുന്ന കണ്ടീഷനിൽ T ഓഫ്. അപ്പോൾ T ഓണും T ഓഫും അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതിന് T, ചോപ്പിംഗ് ടൈം പീരിയഡ് എന്നാണ് ഇതിനെ വിളിക്കുക. VS എന്ന് പറയുന്ന ഇൻപുട്ടാണ്, VO എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്, T ഓൺ എന്ന് പറയുന്നത് ഓൺ പീരിയഡ് ഓഫ് ചോപ്പർ, T ഓഫ് എന്ന് പറയുന്ന ഓഫ് പീരിയഡ് ഓഫ് ചോപ്പർ, T എന്ന് പറയുന്നത് ചോപ്പിംഗ് പീരിയഡ് ആണ്. ചോപ്പിംഗ് പീരിയഡ്, ഈ ചോപ്പിംഗ് തന്നെ വേർഡിന്റെ മീനിങ് തന്നെ മുറിച്ച് കളയുക എന്നുള്ളതാണ്. ഓക്കെ. മൂന്നാമത്തെ വേവ് ഫോം കറണ്ട് വേവ് ഫോം ആണ്. അപ്പോൾ കറണ്ടിന്റെ വേവ് ഫോമിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതായത് ഈ ആംപ്ലിറ്റ്യൂഡ് ഇല്ലേ, അത് വോൾട്ടേജിന്റെ സെയിം ആയിരിക്കുമോ, ഇല്ല. കാരണം എന്താ, നമ്മൾ ലോഡിൽ റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറണ്ട് എന്തായിരിക്കും, Vin/R ആയിരിക്കും. അപ്പം വരക്കുന്ന സമയത്ത് ഈ ഹൈറ്റും സെയിം ആവാൻ പാടില്ല. ഓക്കെ, കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് വിളിക്കുന്നത്. ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റെപ്പ് ഡൗൺ ചോപ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ വേവ് ഫോം ജസ്റ്റ് ഒന്നും കൂടി ഇവിടെ നീറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ V ഇൻപുട്ടും V ഔട്ടും I ഔട്ടും ഈ മൂന്നെണ്ണവും വേവ് ഫോമിന് നിർബന്ധമായിട്ടും വേണം. ഓൺ പീരിയഡും ഓഫ് പീരിയഡും ടോട്ടൽ ടൈമും മാർക്ക് ചെയ്യാം. അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ തന്നെ വിത്ത് RL ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ് വരുമ്പോൾ എന്താണ് സർക്യൂട്ടിൽ വരുന്ന മാറ്റം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിന്റെ വിത്ത് RL ലോഡിന്റെ സർക്യൂട്ട് ഡയഗ്രം ആണ് സ്ക്രീനിലുള്ളത്. അപ്പം ഒരു റെസിസ്റ്റീവ് ലോഡിന്റെ സർക്യൂട്ട് ഡയഗ്രവുമായിട്ട് കമ്പയർ ചെയ്താൽ രണ്ട് ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ഒന്ന് RL ലോഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ട് നമ്മളൊരു ഇൻഡക്ടർ കൊടുക്കുന്നു. അങ്ങനെ ലോഡ് ഇൻഡക്റ്റീവ് ലോഡാണെങ്കിൽ, അതായത് RL ലോഡാണെങ്കിൽ നിർബന്ധമായിട്ടും അതിന് പാരലൽ ആയിട്ട് ഒരു ഡയോഡ് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കുന്ന ഡയോഡിനെ ഫ്രീ വീലിംഗ് ഡയോഡ് എന്നാണ് പറയുക. F സ്റ്റാൻഡ്സ് ഫോർ ഫ്രീ, W വീലിംഗ്, D ഡയോഡ്, FWD, ഫ്രീ വീലിംഗ് ഡയോഡ്. അത് ഏത് സർക്യൂട്ടിലാണെങ്കിലും അങ്ങനെയാണ് ഉള്ളത്. അതിൻ്റെ റെലവൻസ് എന്താന്നുള്ളത് നമുക്ക് വർക്കിങ്ങിൽ നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇൻപുട്ട് കൊടുക്കുന്നു. R ലോഡിൽ പറഞ്ഞ പോലെ തന്നെ ചോപ്പർ ഓൺ ആയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, നമുക്ക് V ഔട്ട് കിട്ടുന്നു. ഓക്കെ, V ഔട്ട് കിട്ടുന്നു. അപ്പോൾ ഈ ഇൻഡക്ടറിന് എന്താ സംഭവിക്കുക, ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്യും അല്ലേ, -L di/dt. ആ ഇക്വേഷൻ പ്രകാരം ഇൻഡക്ടറിൽ എനർജി സ്റ്റോർഡ് ആയിട്ടുണ്ടാവും. ഇനി ചോപ്പർ ഓഫ് ആയിരിക്കുന്ന കണ്ടീഷൻ, അപ്പോൾ ഈ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും, ഈ ഭാഗത്തേക്കൊന്നും കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഇൻഡക്ടറിൽ സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി ഈ FD വഴി ഡിസ്ചാർജ് ചെയ്യും. അതാണ് ഇപ്പോൾ ഇവിടെ ഈ കറണ്ടിന്റെ വേവ് ഫോമിൽ കാണിച്ചിട്ടുള്ളത്. ഔട്ട്പുട്ടിൽ നമ്മൾ എന്തായിരിക്കും, ചോപ്പർ ഓൺ ആയിരിക്കുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ, ചോപ്പർ ഓഫ് ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഡക്ടറിലുള്ള എനർജീനെ നമ്മൾ ഏത് വഴിയിലൂടെയും കളയണമല്ലോ. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു FD കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇൻഡക്ടറിൽ സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി ഈ എഫ് ഡി വഴി ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ നമുക്ക് ആ സമയത്ത് വി ഔട്ട് 0 ആയി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ എഫ് ഡി വെച്ചില്ല എന്ന് വിചാരിക്കുക. വെക്കാത്ത കേസിൽ എന്താ ഉണ്ടാവുക? ഈ ചോപ്പർ ഓഫ് ആയിരിക്കുമ്പോഴും നമുക്ക് ഔട്ട്പുട്ട് വരും. അപ്പോൾ നമുക്ക് ഫിക്സഡ് ഡി സിനെ വേരിയബിൾ ഡി സി ആക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് ഇൻഡക്റ്റീവ് ലോഡ് RL ലോഡുള്ള കേസിൽ നിർബന്ധമായും പാരലലായ ഒരു എഫ് ഡി വെച്ചിരിക്കണം. എഫ് ഡി അല്ലെങ്കിൽ FWD വെക്കണം. അതിൻ്റെ ആവശ്യം എന്താണ്? ഇൻഡക്ടറിൽ സ്റ്റോർ ആയിരിക്കുന്ന എനർജീനെ FWD വഴിയാണ് അത് ഡിസ്ചാർജ് ചെയ്ത് കളയുന്നത്. ഓക്കെ, ഇത് വേവ് ഫോമിൻ്റെ ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സർക്യൂട്ട് ഡയഗ്രാം, വർക്കിംഗ് വേവ് ഫോം, അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, വേവ് ഫോം വരയ്ക്കുക, വർക്കിംഗ് എഴുതുക. അങ്ങനെ 3 എണ്ണമാണ് നിർബന്ധമായിട്ടും ഓരോ ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചോപ്പറും അതുപോലെ തന്നെ കൺട്രോൾ മെത്തേഡ്സ് ഓഫ് ചോപ്പേഴ്സും ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് വേറൊരു വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.